ഒരു നാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ഉമ്മയുടെ മധുഹും മഹത്വമെല്ലാം ഇങ്ങനെ ചൊന്നോണ്ടിക്കട. അപ്പ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ കേക്കടെ, അല്ല നബിയെ എന്ത് കായിട്ടിക്കട ആ വഫാത്തായി പോയ ആ വയസ്സായ ഉമ്മയുടെ ഇപ്പം നിങ്ങൾ നിനപ്പാക്കണത് അതിനേക്കാളും ഹൈറായ എത്ര പെഞ്ഞായിമാർ ഇപ്പം നിങ്ങൾ കൊണ്ട്. ഇത് കേട്ടിട്ടാകുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഇല്ല ആയിഷ, ഖദീജനേക്കാളും ഹൈറായ ഒരു പെഞ്ഞായിയുടെ റബ്ബ് നക്ക് തന്നിട്ടില്ല. ഇവിടെ ഉള്ള മനുഷ്യന്മാർ നന്റെ നിഷേധിച്ചിട്ടാകുമ്പത്തുകോ നന്റെ വിശ്വസിച്ച പെണ്ണ് നന്റെ ഖദീജയായിട്ടിക്കട നന്റെ പിറാന്താ ചൊന്നാർ എന്തെല്ലാം ചൊന്നിട്ട് ഡോങ്കിയാക്കിയാൽ എന്തെല്ലാം നമ്പലെന്നൊക്കെ തന്നാൽ അൻ്റെല്ലാം നന്റെ സമാധാനാക്കിയത് നന്റെ ഖദീജയായിട്ടിക്കടെ. ഒരു കാസും ഗതിയില്ലാത്തവനും ചൊന്നിട്ട് ഫക്കീറും ചൊന്നിട്ടു നന്റെ ഇൻസൾട്ട് ആക്കിയിട്ടാകുമ്പോൾ എല്ലാ സമ്പത്തും നക്ക് തന്നത് നന്റെ ഖദീജയായിട്ടിക്കട. നക്ക് മക്കളെ തന്നത് നന്റെ ഖദീജയായിട്ടിക്കട. മുത്തുനബിത്തങ്ങളെയും ഖദീജയുടെ ആ ഒരു ദാമ്പത്യ ജീവിത ലോകത്തുക മാതിരിയായിട്ടിക്കടെ. ചെറിയൊരു നമ്പലത്തെ പലക്ക് പോലും മുത്തുനബിത്തങ്ങൾ ഖദീജ ഉമ്മ ചൊന്നിട്ടിക്കലാണ്ടായിട്ടിക്കടെ. എവിടുത്തോളം ചൊന്നെങ്കിൽ ആ വഫാത്തുക മുട്ടായ സമയത്തിൽ മുത്തുനബിത്തങ്ങളെ മടിയിൽ കിടന്ന് കണിക്കത്തെ ഖദീജ ഉമ്മയുടെ കണ്ണിൽ ഇങ്ങനെ തന്നി ഒലിക്കൊണ്ടുണ്ട്. അപ്പൊ കേക്കിട് മുത്തുനബിത്തങ്ങ എന്തേ ഖദീജ വഫാത്തിനെ പേടിയാണ്ട്. ഇല്ല നബിയെ, നാണ് വഫാത്തായാൽ പിന്നെ നിങ്ങാറും ചൊല്ലി കണിക്കത്തെ ആ ഒരു ദുഃഖമായിട്ട് കിടന്നൊക്കെ ഉള്ളോണ്ട് അടച്ചോണ്ട് സലാം കിട്ടി കണിക്കത്തെ സ്വർഗത്തെ അറമന കണ്ട് കണിക്കത്തെ ഉമ്മയായിട്ടിക്കടെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. ആ ഉമ്മ വഫാത്തായത് റമളാൻ 12 ആ ഉമ്മരൊട്ടിಗೆ പഠിച്ചോന്നെങ്കിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി തരട്ട് ഓതുവെന്നങ്ങ ആ ഉമ്മയുടെ പേരിലൊരു ഫാത്തിഹ.